ഇതാണ് ചതി പറഞ്ഞ ചതി. ഇതെന്താണാവോ? അയ്യോ ഓ നോക്കാം എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ലെവൽ ഡെവിലിൻ്റെ പാർട്ട് 2 നമ്മൾ കളിക്കാൻ പോവാണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ കാണുന്ന ആളിനെ ഉണ്ടല്ലോ ഇവനെ ഇതവിടെ എത്തിക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ അറിയാലോ. ഓക്കെ, നമ്മൾ ഒന്നും പറയുന്നില്ല, നേരെ നമ്മൾ ഗെയിമിലോട്ട് പോവുക. അതിനു മുമ്പ് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ശരി, എത്തിക്കാം. എപ്പോഴും പോലെ ഇങ്ങനെ പോകുന്നു. താഴത്തെ ആ സ്പൈക്ക് ഉണ്ട്, ചാടിയാൽ പൊട്ടും. അപ്പോൾ എന്തായിരിക്കും? ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഓ നമ്മൾ വലുതായി. അപ്പം എങ്ങനെ പോവും? ഓ, ആവശ്യത്തിനനുസരിച്ച് വലുതാവണം എന്ന് വിചാരിക്കുന്നു. മതി 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 മതി. എൻ്റെ അമ്മോ, ഇതെന്താടാ? കൺട്രോൾ, അതായത് അവിടെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതും ഓടി വന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യണം, ഈ മുകളിലുള്ള ബട്ടൺ പ്രസ് ചെയ്യണം. ഓടിവാ ഓടിവാ ഓടി ഓടി ഓടി. ഹൗ ജസ്റ്റ് മിസ്. പ്രസ് ചെയ്തു. ഇനി താഴെ പോവാ. തൃപ്തിയായി. ഇനി ഞാൻ എങ്ങനെ ഇവനെ അവിടെ എത്തിക്കും? തൊടുന്നു, വലുതാ, ഓടിവാ ഓടിവാ, ടച്ചാകുന്നു. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾ ഓവറായി വലുതാവും, കോംപ്ലൈൻറ്റ് ബോയായി മാറും. സോ അതിനുള്ളിൽ നമ്മൾ ആ ഡോറിനുള്ളിൽ പോകണം. ഓടിക്കോ 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 ഓടിക്കോ. രക്ഷപ്പെട്ടു. നെക്സ്റ്റ് ലെവൽ. ഇത് കണ്ടിട്ട് ഒരു മരണക്കിണറാണെന്ന് തോന്നുന്നുണ്ട്. എങ്ങോട്ട് പോയാലും ആപത്താണ്. ഓ, ഇവിടെ ടച്ച് ചെയ്ത് അവിടെ ടച്ച് ചെയ്തതും ചെറുതായി താഴെ വിടും. ഇവിടെ ടച്ച് ചെയ്യുന്നു, അവിടെ ടച്ച് ചെയ്ത് മാറുന്നു. കാണുന്ന പോലും ഇല്ല. ഇതാ അത്ര കുട്ടിയായി. ഇവനെ കൊണ്ട് ഇനി ചാടിക്കണ്ടേ? ആ ബട്ടൻ്റെ അവിടെ കൊണ്ടുപോയി അവൻ മറിഞ്ഞിരുന്ന ഞാൻ എങ്ങനെ? ഓക്കെ, എൻ്റെ അമ്മോ, നോക്കാം. ഇനി ഇതിലെ ബട്ടൺ. സൂപ്പർ. ഈ ബട്ടൺ പ്രസ് ചെയ്താൽ വലുതാവും, മറ്റേ ബട്ടൺ പ്രസ് ചെയ്താൽ ചെറുതാവും, പിന്നൊരു ബട്ടൺ പ്രസ് ചെയ്താൽ ജയൻറ്റ് ഓവർ സൈസ് ആവും. ഓക്കെ, കിട്ടി. ഇത്രയേ ഉള്ളൂ. സോ ആ ബട്ടൺ പ്രസ് ചെയ്യാണ്ട് ചാടണം. അയ്യേ, ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ, നമ്മൾ ചത്തതിന് ശേഷം ഇവിടെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ആരെങ്കിലും കണ്ടാ? ആരും കണ്ടില്ല. എന്താടാ ഇതെങ്ങടാ? ഈ ബട്ടൺ പ്രസ് ചെയ്തു, എന്നിട്ട് ഇത് പ്രസ് ചെയ്തു, ചെറുതായി, എന്നിട്ട് ചാടി, അതിനുശേഷം ഓടി വന്ന് ചാടി, എന്നിട്ട് ഓടി വന്ന് തിരിച്ച് ചാട്. തിരിച്ചിവിടെ വന്ന് ആ ബട്ടൺ പ്രസ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. അതന്നെ ആയിരിക്കും. പ്രസ് ചെയ്തു, കുട്ടിയായി, എന്നിട്ട് ഓടിപ്പോയി ചാടി, ആ ബട്ടൺ പ്രസ് ചെയ്ത് തിരിച്ച് ചാടി. യെസ്, നോർമൽ സൈസായി. എൻ്റെ അമ്മോ, എൻ്റെ ബ്ലഡ് പ്രഷർ ലെവൽ എത്ര കൂടിയെന്ന് നിങ്ങൾക്കറിയോ? ഇനി എന്തെങ്കിലും വരുമോ എന്തോ? ഇനിയൊന്നും വരില്ലെന്ന് എൻ്റെ ഒരു നിഗമനം. ഹാവ്. നെക്സ്റ്റ് ലെവൽ. ഈ ഒരു ലെവല് ഇനി ഈ ബട്ടൺ പ്രസ് ചെയ്താൽ വലുതാവോ ചെറുതാവോ എന്നറിയില്ല, നോക്കാം. അതായത് ഇപ്പം എന്താ പറയുക, ഭയങ്കരമായിട്ട് നമ്മൾ സ്ലിമ്മായി. ഓ, ഇത് പെടാതെ പോണം. ഇത് വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടാവും, എന്തെങ്കിലും ഇവർ കൊണ്ട് വെക്കാതിരിക്കില്ല. അവിടെ ഇപ്പോൾ ഒരു കുഴി ആവശ്യമുണ്ടാ?
എടാ ഓക്കെ. എന്നോടാ കളി. ഓ ഇപ്പം എൻ്റെ സൈസ് കൂടുകയും ചെയ്തു. ഞാനൊരു തടിയനായി മാറി. ഇപ്പം എങ്ങനെ ഞാൻ അപ്പുറത്ത് പോവും? അത് കൊള്ളാല്ലേ, നമ്മൾ സൈസ് കൂടിയപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ആ ഗ്യാപ്പ് ഭയങ്കര ചെറുതായി തോന്നി. ഇനി ഇവിടെ നിന്ന് ചാടി അടുത്തേൽ പോവാ, അടുത്തേൽ ചാടി അടുത്തേൽ പോവാ, ചെറുതായി. സൂപ്പർ. അവിടെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതെന്താ ഒരു ബട്ടൺ? പ്രസ് ചെയ്യണോ? വേണ്ട, ഇനി അത് പ്രസ് ചെയ്താലേ പോകാൻ പറ്റുള്ളൂ എന്നായിരിക്കും. എന്തിനു വെറുതെ അല്ലേ? ആവശ്യമില്ലാത്ത ബട്ടണിലൊന്നും നമ്മൾ കൊണ്ട് കൈവയ്ക്കാൻ പാടില്ല. ഇപ്പം കണ്ട, ജയിച്ചില്ലേ? സിമ്പിൾ. ഒരു ബട്ടൺ ഉണ്ട്, മേലെ പോകാൻ പറ്റും. നോക്കാം, സൈസ് കൂടുന്നു. ഓ ആ സ്പൈക്സ് അങ്ങനെ എല്ലാവിടെയും പടർന്നു വരുന്നുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യാൻ വീണ്ടും പെട്ടെന്ന് പോകണം. ചാടിക്കോ 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 ചാടിക്കോ. എടാ അതോ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കണേ? എമ്പുരാനെ, ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്തു, സൈസ് കൂടി. സൈസ് കൂടിയതിന് ശേഷം ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് സൈസ് കുറയണതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പുറത്ത് വരണം. വളരെ ഈസിയായി ജയിച്ചു എന്ന് പറയാം. ഇനി ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഒബ്വിയസ്ലി നമ്മൾ ചെറുതാവുമായിരിക്കും. യെസ്, ചാടി പോകുന്നു. ഓ വലുതായി, നൈസായിട്ട് നൈസേ ഒന്ന് വലുതാക്കി. സോ നമ്മൾ ആ കുഴിയിൽ വീഴണം, അതാണ് അവിടെ കാര്യം. കുഴിയിൽ വീഴുന്നു, ടച്ച് ചെയ്യുന്നു, അടുത്ത ബട്ടൺ ടച്ച് ചെയ്താൽ വലുതാവും. അടുത്ത ബട്ടൺ ഓക്കെ ഓക്കെ ഓക്കെ, എന്തൊക്കെയോ സംഭവിച്ചു. ജയിച്ചല്ലോ, അത് മതി. അങ്ങനെ അടുത്ത റൗണ്ട്. വിശ്വസിക്കില്ല പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഞാനിവിടെ നിൽക്കുന്നുണ്ട്, ഡോർ അവിടെ നിൽക്കുന്നുണ്ട്. ചുമ്മാ അങ്ങോട്ട് പോയാൽ മതി. പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടാവും. മനസ്സിലായില്ലേ? യു ചീറ്റ്. ഇങ്ങോട്ട് വന്നേ നീ. ഏടാ എന്താടാ എന്താടാ നിനക്ക് വേണ്ടത്? വയ്യേ. ഓ ജസ്റ്റ് മിസ്. കണ്ടല്ലോ ഇപ്പം എന്താ നടന്നെന്ന്. ഇത് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, മുമ്പിൽ മൊത്തം സ്പൈക്കാണ്. ഓ ഡോറിൻ്റെ മേലെ നിൽക്കാൻ പറ്റും. അപ്പോൾ ദ റിയൽ ഡോർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അയ്യോ തിരിച്ചു പോ തിരിച്ചു പോ. എല്ലാ ഡോറും നമ്മളെ ചതിച്ചു, താഴെ പോയി. ഓക്കെ ഓക്കെ, ഇപ്പം തന്നെ തിരിച്ചു പോയാലോ? ആ ഡോറ് വരില്ല. യെസ്, ഐ ആം എ പ്രോ ഗെയിമർ. ഇത് സിമ്പിളല്ലേ? ഇങ്ങനെ 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 വന്നിട്ട് ആ ഡോറിൽ പോവാ. പക്ഷേ ഈ വഴികളിലൊക്കെ എന്തൊക്കെ അപകടങ്ങളുണ്ടെന്ന് കണ്ടറിയാം. ഞാൻ വരുമ്പോൾ അത് അങ്ങനെ നീങ്ങിപ്പോകുന്നുണ്ട് അല്ലേ? പൊക്കെ ഇപ്പോൾ വരാം നിന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി. ഓ അതിൻ്റെ അവിടെ എത്തുന്നതിനുള്ളിൽ നമ്മൾ വരണം തോന്നുന്നു. അയ്യോ എടാ ഒരു മിനിറ്റ് വന്ന് പോവാതെ. അയ്യോ തള്ളിപ്പോവാതെ. വരുന്നുണ്ട് തള്ളിപ്പോകാതെ. എടേ നിക്കടാ. ഓ ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സ്പൈക്ക് ഉണ്ട്, അത് ഓർമ്മ വേണം. ചാടിക്കോ ജയിച്ചു. സിമ്പിൾ. നേരെ പോകുന്നു, താഴെ ചാടുന്നു. ഓ ഓക്കെ, ദാറ്റ് വാസ് ന്യൂ.
ആ ആ അയ്യോ ആ ഇത് നോക്കേ ഞാൻ ജമ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മളെ വരെ ആ ഡോറാ ചാടുന്നത്. ഡോറ് താഴെ പോയി. സോ ഡോറിന് നമ്മൾ അടുത്ത് കൊണ്ടുവരണം. ഇതെനിക്കിഷ്ടം. എന്നെ കൊണ്ടുവന്നാലും അവിടെ കുഴി വീഴും, ഡോറിനെ കൊണ്ടുവന്നാലും അവിടെ കുഴി വീഴും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ അയ്യോ ആ ഇവർ സൈക്കോളജിക്കലി നമ്മളെ ബ്രേക്ക് ചെയ്യാണ്. ഇതൊരു മൈൻഡ് ഗെയിമാണ്. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു കുഴി വരും പറഞ്ഞ് നമ്മളിവിടെ സ്റ്റോപ്പ് ആവും. അവിടെ തന്നെ ഇനിയൊരു കുഴി വരും. ഞാൻ നിൽക്കില്ല. ചാടിക്കോ? ഓ അതിന് മുമ്പ് ചാടണം. ഓക്കെ കിട്ടി. ഇനി ഒന്നും നോക്കാനില്ല. ചാടിക്കോ? അത്രേ ഉള്ളൂ. ജയിച്ചു. നമ്മൾ ഫുൾ കോൺസെൻട്രേഷനിൽ വേണം കളിക്കാൻ. ആ വരട്ടെ. ആ ഒരു ചെയിൻസോ വരുന്നുണ്ട്. നമ്മുടെ അടുത്ത് വരില്ല തോന്നുന്നു. നമ്മൾ ഓടിപ്പോയി ആ ചെയിൻസോ വന്നതും ചാടണം. അപ്പോൾ അത് വലുതായി ബാക്കി വന്നു. അതിനുള്ളിൽ ഓടി രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ജയിക്കുന്നത്. സെയിം സാധനം അടുത്ത ലെവലിലും വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെന്തായാലും നമുക്കറിയാം വലുതാവുന്നതിന് മുൻപ് ഓടിപ്പോണം. ഓക്കെ മനസ്സിലായി. കാര്യം പിടി കിട്ടി. സൗണ്ട് കേൾക്കുന്നുണ്ട്, നല്ല സൗണ്ട്. ചാടി വാ തിരിച്ചു വാ. കാണാനില്ല. എനിക്കറിയാം മോനെ, നീ എവിടെയോ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. പേടിച്ചു, ഒരു സെക്കൻഡ് പേടിച്ചു. സോറി ഗൈസ്. ഇല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജയിച്ചിട്ടുണ്ടാവും അവിടെ. നോക്ക്, കഷ്ടപ്പെട്ട് ചാടിയതാണ്. ഇനി ഇപ്പം ഇവിടെ വന്നിട്ട് മാഞ്ഞു പോവും. എന്നിട്ട് അവൻ ഫ്രണ്ടിൽ പോയി നിൽക്കട്ടെ. ആ ബാ, ബാക്കി വരുമോ? ഇല്ല, നമ്മൾ ഓടിപ്പോയി ചാടണം. അത്രേ ഉള്ളൂ. ഓക്കെ, ജയിച്ചു. എൻ്റെ അമ്മോ, ഇതിപ്പോൾ ഭയങ്കര ടെൻഷൻ ആവണ്ടല്ലോ. ഈ ഗെയിം കളിക്കുന്നത് നമ്മളൊരു റിലാക്സേഷന് വേണ്ടിയിട്ടല്ലേ. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ താഴെ കൂടെ പോയിട്ട് ചാടണം. വളരെ സിമ്പിളായിട്ട് ഇവർ തരില്ല. നോക്കാം, എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം മേലോട്ട് പോവാ. ആ മേലെയാണ് അപ്പം പോകേണ്ടത്. ജസ്റ്റ് മിസ്. ഇതെന്താ, പുതിയ വരകളൊക്കെ ഉണ്ടല്ലോ, നോക്കാം. അപ്പോൾ നമ്മൾ ആ ചെയിൻസോ ഉള്ളവിടേക്ക് നമ്മൾ ചെയിൻസോ അല്ല, അത് എന്താ മിഷൻ്റെ പേര്, ചെയിൻസോ പോലെ ഒരു റൗണ്ട് സ്പിന്നിങ് ചെയിൻസോ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, അവിടെയാണ് നമ്മൾ ചാടേണ്ടത്. ഓ താഴെ ഉള്ളത് ഉണ്ടല്ലോടാ അവിടെ. ചാടിക്കോ, എന്നിട്ട് മാറിക്കോ. അയ്യോ കണ്ട നിങ്ങൾ വല്ലതും? ചാടുന്നു, തിരിച്ചു വരുന്നു, മാറിക്കോ. ഇനി ഇതെന്താണാവോ? അയ്യോ എടാ, ഇത് ഒരു സെക്കൻഡ് റെസ്റ്റ് താടാ. ഓടിക്കോ. ചാടിക്കോ. എടാ, ചെയിൻസോ ഇവിടെ എവിടെ പോയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നേരെ സൂക്ഷിച്ചു പോ. കണ്ട. താഴെ പോ. ഓടിക്കോ. എടാ, ഇതെല്ലാം ഞാൻ എങ്ങനെ ഓർമ്മ വയ്ക്കും? അതായത് 2 എണ്ണം ഉണ്ടായിരുന്നു. ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഇപ്പുറത്ത് വന്നു, മറ്റൊന്ന് അതിൽ കൂടെ പോയി. ഓക്കെ ചാടുന്നു. അതായത് ഇങ്ങനെ ചാടാൻ പാടില്ല. നമ്മൾ ചാടിയിട്ട് അങ്ങോട്ട് മാറിയിട്ട് ഓടണം. ഓടിക്കോ. ചാടിക്കോ. ഒരു ചെയിൻസോ താഴെ വരും, ഒരു ചെയിൻസോ സൈഡ് വരും.
രക്ഷപ്പെട്ടു. അയ്യോ എന്താണ് ഇപ്പം സംഭവിച്ചത്? ഓക്കെ. അയ്യോ ഇതിപ്പോൾ ഞാൻ എങ്ങനെ പോകാനാണ്? ചിലപ്പോൾ ആ ചെയിൻസോ നമ്മളൊന്നും ചെയ്യില്ലായിരിക്കും. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ചെയിൻസോ നമ്മളൊന്നും ചെയ്യില്ല. ചെയിൻസോ അല്ല, വീല്. അടുത്ത വീൽ. എല്ലാവരുടെയും വിശ്വസിക്കാൻ പറ്റില്ല. നിന്നെ വിശ്വസിക്കുള്ള പന്നി. അവനെ വിശ്വസിക്കാം, മൂന്നാമത്തവനെ വിശ്വസിക്കാം. അയ്യോ ഇടയിലുള്ളവനെ വിശ്വസിക്കാൻ പാടില്ല. ഓക്കെ 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 എത്ര ഓക്കെ. അയ്യോ അടുത്ത ലെവൽ എന്തായിരിക്കുമോ? ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഡോർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അത് പറന്നു പോകാൻ പറ്റുമോ? ഏടാ ഒരു കാര്യം ശ്രദ്ധിച്ച നിങ്ങൾ, ആ ജമ്പ് ചെയ്യണ ബട്ടൺ മാത്രമേ ഉള്ളൂ, മൂവ്മെന്റ് ബട്ടൺ ഇല്ല. അതാ മൂവ്മെന്റ് ബട്ടൺ ഇൻവിസിബിൾ ആയി. മൂവ്മെന്റ് ബട്ടൺ ഇല്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതാ പറന്നു പോവാണ്. അയ്യോ തിരിച്ചെങ്ങനെ വരും? മൂവ്മെന്റ് ബട്ടൺ ഇല്ല, ടാബ് മാത്രം. നമ്മൾ ടാബ് ചെയ്ത് കൊണ്ടുപോകണം, കറക്റ്റായി കൊണ്ടുപോയി നിർത്തണം. ഇതൊക്കെ ശ്രദ്ധിച്ച് വെച്ചോ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ. ഇവിടെയും ആ ലെഫ്റ്റ് റൈറ്റ് പോകാനുള്ള ബട്ടൺ ഇല്ല. സോ ആ ബട്ടന് പകരം നമ്മൾ പ്രസ് ചെയ്യാണ്. അപ്പം നമ്മളിങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു പിടിയില്ല എനിക്ക്. ഇങ്ങനെ ചാടി പോകണം, എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യണമായിരിക്കും. പ്രസ് ചെയ്തു. ആ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മൾക്ക് തിരിച്ചു വരാൻ പറ്റും. പോകട്ടെ. യെസ്. മെല്ലെ സമാധാനത്തിൽ, ഒരു പ്രശ്നമില്ല. സമാധാനം. യെസ്, ബട്ടൺ പ്രസ് ചെയ്തു. ഇനി താഴെയുള്ള ബട്ടൺ പ്രസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നോക്കാം. താഴെയുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ അത് പോവും. എന്നിട്ട് വീണ്ടും ഇപ്പുറത്ത് വന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യണം. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് പോകണം. യെസ്. എന്തൊക്കെയാണല്ലേ നമ്മളിതൊക്കെ 2 ട്രൈ കൊണ്ടാണ് ക്ലിയർ ചെയ്തത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. മെല്ലെ മെല്ലെ. മെല്ലെ ചടിക്കോ. തിരിച്ചു പോ. അയ്യോ പെട്ടെന്ന് പോ. പോടാ. എടാ അത് ചെറുതായി വരും. നമുക്ക് 2 ബട്ടൺ ഉപയോഗിച്ചിട്ടും ചാടാൻ പറ്റില്ലേ? അത് ഞാൻ മറന്നു. സമാധാനത്തിൽ കളിക്കടാ ഒന്ന്. തിരിച്ചു വാ. എടാ എവിടേക്കടാ നീങ്ങിപ്പോണു? ഒന്ന് വാ. എന്താടാ ഇത്? ഈ മറ്റേ നമ്മള് പേപ്പറിലൊക്കെ വരില്ലേ, വഴി കണ്ടുപിടിക്കുക, മുയലിൻ്റെ വഴി റാബിറ്റിൻ്റെ വഴി ക്യാരറ്റിലോട്ട്, അതുമാതിരിയുള്ള വഴിയാണ് ഇപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത്. എന്ത് സംഭവിക്കുന്ന ഒരു ഐഡിയ ഇല്ല. ലെഫ്റ്റ് റൈറ്റ് ആ ബട്ടണും കൊടുത്തിട്ടില്ല. ഇങ്ങനെ ചാടി പോകണം. ഇത് ഫ്ലാപ്പി ബേർഡ് ഗെയിമാ. ഫ്ലാപ്പി ബേർഡ് അതേ തന്നെ. അവിടെ ഒരു ബട്ടൺ തന്നു. ഓഹോ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ നിന്ന് ഇതുവരെ വന്നത് ആ ഡോറിന് വേണ്ടിയിട്ടാണ്. ആ ഡോറ് നമ്മൾ വന്നവിടെ പോയി, തിരിച്ചു പോയി. എന്നിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരണം. തിരിച്ചു വരുമ്പോൾ മൊത്തം സ്പൈക്ക്. എടാ ഇത് മതിയാവുണ്ട്, എനിക്കിത് കളിച്ച് മതിയായി. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് കളിക്കണതിന് ഒരു ലൈക്കെങ്കിലും കൊടുക്കണം. അയ്യോ ചത്ത് കളിക്കാടാ അവിടെ. ഏടാ നിങ്ങൾ കണ്ട, ഇപ്പൊ നിങ്ങൾ ചെയ്ത് കണ്ട. ഞാൻ ഈ ഗെയിമിനെ ക്രാക്ക്, അതൊരിക്കൽ കൂടെ ഞാൻ പറയാം. അതായത് നമ്മൾ ഈ ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് തിരിച്ച് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോയപ്പോൾ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു. അവിടെ സ്പൈക്ക് ഒന്നുമില്ല. ഈസി ആയിട്ട് നമ്മൾ ഇപ്പുറത്തോട്ട് വന്നു. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെച്ച് ഈ ഗെയിം കളിക്കുമ്പോൾ ഇത് എത്രാമത്തെ ലെവലാണെന്നൊന്നും അറിയില്ല. നോട്ട് ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് അവിടെ ലെവൽ കാണാൻ പറ്റും. ഞാനിത് പറയാം. ഓക്കെ, ഇത് കുഴപ്പമില്ല. നമ്മൾ ആ ലെവൽ, ഇത്ര കഷ്ടമുള്ള ലെവൽ ഈസി ജയിച്ചില്ലേ. ഇതൊരു ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ട്. എന്തെങ്കിലും കമൻറ്റ് ഇടുക അതുകൊണ്ട്. ഓക്കെ.
ഓക്കെ, ഇതിലിപ്പോൾ ഞാൻ എന്താ അറിയാൻ ചെയ്യേണ്ടത്? പറക്കാം, നമുക്ക് പറക്കാം. ആ ബട്ടൺ എങ്ങനെയെങ്കിലും നീ പ്രസ് ചെയ്യടാ. പ്രസ് ചെയ്തു. തിരിച്ചു വന്നു. ഈ ബട്ടൺ പ്രസ് ചെയ്യണം. എടാ എന്തിനടാ നീ ഇങ്ങനെ പറക്കുന്നു? മെല്ലെ കളിക്ക്. ആ ബട്ടൺ പ്രസ് ചെയ്യ. ഇത് തിരിക്കാൻ പറ്റാത്തത് വലിയ പാടാവുന്നത്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ ഈ ഫിസിക്സ് ഒക്കെ നന്നേ അറിയണം. വെറുതെ എന്തെങ്കിലുമൊക്കെ പറയുന്നേ. ഓക്കെ. എടാ മെല്ലെ സമാധാനം. വീണ്ടും ഓ നൈസായിട്ട് നമ്മൾ മേലെ പോകുമ്പോൾ ആ ബട്ടൺ അങ്ങനെ താഴെ വന്നു. വാ ഞാൻ പ്രാക്ടീസായി മോനെ. നീ എവിടെ ബട്ടൺ കൊണ്ടുവച്ചാലും ഞാൻ... ഇതാണ് ചതി ചതി. കഷ്ടപ്പെട്ട് ഇത്ര നേരം എന്നിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യാൻ മുമ്പ് ആ തെണ്ടി കാണിച്ചു കണ്ട ആ ബട്ടൺ എടുത്ത് മേലെ കൊണ്ടുവച്ചു. ജയിച്ചു. സീരിയസ് ആയി കളിച്ചാണ്. അങ്ങനെ നമ്മൾ ആ ബോസ് ലെവലിൽ ഇനി 2 ലെവൽ കൂടി ബാലൻസ് ഉള്ളൂ. അത് നമ്മളൊന്ന് പൊളിക്കും. അടുത്ത ലെവലെത്തി. ഈ ഓരോ ലെവൽ കഴിയുമ്പോഴേ സന്തോഷത്തിന് പകരം അടുത്ത ലെവൽ വരുമ്പോൾ എന്ത് പറ്റും പറഞ്ഞുള്ള പേടിയാണ്. ഇതിലിനി എന്താണാവോ? ചടിക്കോ? സ്പൈഡർമാൻ. നമുക്ക് ലെഫ്റ്റും റൈറ്റും ഉള്ളത് കിട്ടിയിട്ടുണ്ട്. സന്തോഷം. താഴെ വാ. ഓക്കെ, മേലെ പോയി. ഇനി താഴെ വാ. അയ്യോ മേലെ പോയി. നമ്മൾ ഒരിക്കൽ പ്രസ് ചെയ്താൽ മേലെ പോവും, ഒരിക്കൽ പ്രസ് ചെയ്താൽ താഴെ വരും. ജമ്പല്ല അവിടെ. മേലെ പോയിക്കോ. താഴെ വരൂ. മേലെ പോ. താഴെ വാ. എന്നിട്ട് മേലെ പോ. യെസ്, കിട്ടി. ഇനി താഴെ വാ. എന്നിട്ട് മേലെ പോയിക്കോ. അയ്യോ ജസ്റ്റ് മിസ് അത്. ഇത്തിരി ഒന്ന് സൂക്ഷിച്ച് കളിച്ചു. കിട്ടി. മേലെ പോയി. താഴെ വന്നു. മേലെ പോയി. അയ്യോ ഇത് എന്തൊക്കെയാ സംഭവിക്കുന്നില്ലേ? മേലെ പോകണം, താഴെ വരണം, മേലെ. അത് ചെറുതാവും. എന്തോ ഉണ്ട്. വിചാരിച്ചു ഞാൻ. അയ്യോ അതെങ്ങനെ? അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഒന്നും ഇല്ലല്ലോ. ഡയറക്റ്റായിട്ട് ചിലപ്പോൾ ഡോറിലോട്ട് പോകണം. താഴെ വന്നു, മേലെ പോയി, താഴെ വന്നു, മേലെ പോയി, താഴെ വന്നു, മേലെ പോയി, ഡയറക്റ്റായിട്ട്. അയ്യോ ഇത് നമ്മൾ പട്ടല്ലടാ. ഒരിക്കൽ പ്രസ് ചെയ്താൽ ഫുൾ മേലെ പോവും. കിട്ടി. 1 eternity later. ഈ ഭയങ്കര ഈസിയായി പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കില്ല മോനെ. എന്തെങ്കിലും എന്താ സ്ട്രെയിറ്റായി പോയി. താഴെയും പോയില്ല, മേലെയും പോയില്ല. കഷ്ടകാലം. എല്ലാ കഷ്ടകാലത്തിനും ശേഷവും ഒരു നല്ല കാലം ഉണ്ടാവും. ഞാനിതിൽ ജയിച്ചിരിക്കും മോനെ. അത് സ്ട്രെയിറ്റായി വരുമ്പോൾ പ്രസ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഈസി. ഇതെന്താ പവർ? സ്പൈഡർമാൻ പവർ തന്നെയാണ്. സൈഡിൽ ഇപ്പോൾ ഒരു സ്പൈക്ക് വന്നിട്ട് പോയി. ആരും കണ്ടില്ല. ഓക്കെ, കണ്ടു. റൈറ്റ് പോയിട്ട് മേലെ പോയാൽ ഭയങ്കര ഈസി ആവും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അയ്യോ ഏടോ നിങ്ങളത് കണ്ടാ? ഇങ്ങനെയല്ല ഈ ഗെയിം ക്രിയേറ്റേഴ്സിനെ സമ്മതിക്കണം മോനെ. എന്തൊക്കെയാണല്ലേ ഈ ബട്ടൺ പ്രസ് ചെയ്തു അവിടെ പോയി നിന്നു. എനിക്ക് സംസാരിക്കാനേ പേടി. കാരണം ഈ ഗെയിം നമ്മളിങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും. ഇനി നമ്മൾ താഴെ വരണം, മേലെ പോകണം, താഴെ വരണം. ഇനി ആ ബട്ടൺ പ്രസ് ചെയ്യാൻ വേണ്ടി പോകണം. ചടിക്കോ.
ഓക്കെ, താഴെ വരൂ, മേലെ പോകൂ. ഇതെന്ത് സാധനം? ഇത് പോയാലേ നമുക്ക് ചാടാൻ പറ്റുള്ളൂ. ഓ കിട്ടി. ഇനി ആ ബട്ടൺ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്തു, അവിടെ ഒന്ന് വന്നു. ഞാനിപ്പോൾ എങ്ങനെ അവിടെ പോകാനാണ്? ആ ഓ ജസ്റ്റ് മിസ് ഗായ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത്ര നേരം കണ്ടവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ താങ്ക്സ്. എത്ര നേരമായിട്ടുണ്ടാവും? ഇപ്പോൾ ഒരു 30 minutes, 28-25 സംതിങ്. ഓക്കെ, ഈ ലെവലും കൂടെ കഴിഞ്ഞാൽ ആശ്വാസമാവും. താഴെ പോയി, മേലെ പോയി, താഴെ പോയി, മേലെ പോയി, താഴെ പോയി, മേലെ പോയി, ഒറ്റയടിക്ക് പോയി. താഴെ പോയി, താഴെ, മേലെ, താഴെ. ആ അങ്ങനെ എന്നെ ഒരിക്കലേ പറ്റിക്കാൻ പറ്റുള്ളൂ. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ ടൈം തരുന്നില്ല അവർ. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാണ് ഗൈസ്? ടൈം തരൂ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇത്ര കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയതല്ലേ. ഓടിക്കോ 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 ഓടിക്കോ. അതായത് നമ്മൾ ആ കുഴിയിൽ വീണാൽ അവിടെ തന്നെ കിടക്കണം, മനസ്സിലായി? ഓക്കെ, താഴെ, മേലെ, താഴെ, മേലെ. ആ കുഴിയിൽ കിടക്ക്. ഓ കുഴിയിൽ കിടക്കാൻ പാടില്ല, കുഴിയിൽ കിടക്കാൻ പാടില്ല. ഓ സ്പൈഡർമാൻ, സ്പൈഡർമാൻ ലെക്കോണ്ടാ ജയിച്ച്. അറിയാണ്ട് കൈ അവിടെ പ്രസ് ചെയ്തു, അപ്പം മേലെ പോയി. ഇനി ഒരു ലെവൽ, ഈ ലെവൽ കഴിഞ്ഞ് അടുത്ത ലെവൽ കഴിഞ്ഞാൽ അടുത്ത ബോസ് ലെവൽ. അത് കഴിഞ്ഞ് പിന്നെ മൊത്തം ലെവൽ ചേഞ്ച് ആവുകയാണ്. മനസ്സിലായില്ലേ? അതാ ഓട്ടോമാറ്റിക്കലി പോയിക്കൊണ്ടിരുന്നടാ. നിൽക്ക് സ്പൈക്ക് വന്നു, ചാടി. എന്നിട്ട് ഇതിൻ്റെ മേലെ പോയിട്ട് കണ്ടാ ഓട്ടോമാറ്റിക്കായി പോകണം. അത് ഓട്ടോമാറ്റിക്കാണ്, ഞാൻ ഒന്നും പ്രസ് ചെയ്യുന്നില്ല. അതാ അത് ശരി, ഇതാ ഓട്ടോമാറ്റിക്കലി പോവാണ്. ചാടി, അടിപൊളി. വീണ്ടും തിരിച്ചു വന്നാ ഇതാ ഓട്ടോമാറ്റിക്കലി പോവാണ്. ഞാൻ ഒന്നും പ്രസ് ചെയ്യുന്നില്ല. ചാടി, വീണ്ടും ചാടി, വീണ്ടും ചാടി. യെസ്, ഈ സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വരും, ഉറപ്പാണ്. ആ അനുഭവം കൊണ്ട് പറയാം. ഇതാ പറക്കാൻ പറ്റിയിട്ട്, എടാ നമുക്ക് പറക്കാൻ പറ്റി. ജസ്റ്റ് മിസ്. ഇനി അത് താഴെ പോവും, ഇപ്പുറത്തൊരു സാധനം വരും. ഓക്കെ, ഓ എൻ്റെ അടുത്താ കളിയാണ്ടേ. അതിൽ നിൽക്കാൻ പറ്റിയില്ല, കുഴി ഉണ്ടായിരുന്നു. ഓക്കെ, തിരിച്ചു പോയി, തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. ഇത് പറന്ന് പോവും. എന്നിട്ട് അവിടെ സ്പൈക്സ് വരും. നമ്മൾ ചാടി അടുത്തതിൽ പോകണം. യെസ്, എന്താ അല്ലേ? എടാ ചെറുതായി. പെട്ടെന്ന് ചാടണം. ഈ പറക്കാനുള്ള പവർ നമുക്ക് കുറച്ച് നേരമേ ഉള്ളൂ. വീണ്ടും ഓക്കെ, പറക്കാം, നമുക്ക് പറക്കാം. ചാടിക്കോ. ഇത് ചെറുതാകുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ചാടണം, അത്രേ ഉള്ളൂ. ശരിക്കലും ഡെവിലാടാ. ഓടിക്കോ. എടാ സ്പീഡിലൊന്ന് ഓട്. ജസ്റ്റ് മിസ്. ഇനി ഓടിക്കോ. ഇത് ഇവർ മനഃപൂർവ്വം ഇതിൻ്റെ സ്പീഡ് കമ്മിയാക്കിയിട്ടാ ഈ ലെവലിൽ. ഇതാ എനിക്ക് എത്ര ആണെങ്കിലും നീങ്ങുന്നില്ല. എന്താ ഇപ്പം സംഭവിച്ചത്? ഇപ്പോൾ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ നമ്മുടെ സ്പീഡ് കമ്മിയാവും. ഓക്കെ, അപ്പോൾ ഇത് വരുന്നുണ്ട്, നമ്മൾ ഓടി പോകണം. മറ്റേ ബട്ടൺ പ്രസ് ചെയ്താൽ സ്പീഡ് കൂടും. ഓക്കെ,
മെല്ലെ 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 മെല്ലെ. ഇപ്പം നമ്മുടെ സ്പീഡ് ഇതാ നന്നായി കൂടി നല്ല പോലെ. ഇപ്പം എനിക്ക് നല്ല ഫ്ലാഷിൻ്റെ സ്പീഡാണ് നമുക്കുള്ളത്. ഈ ബട്ടൺ പ്രസ് ചെയ്തു. ശരിക്കലും ഹാർട്ട് അറ്റാക്ക് തന്നെ. ഇത്രയും ചെറുപ്രായത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് ആ ബട്ടൺ പ്രസ് ചെയ്ത് ഒറ്റ സെക്കൻഡ് വെയിറ്റ് ചെയ്തത് തിരിച്ചു വരണം. എന്നിട്ട് താഴെ പോയി ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് തിരിച്ചോ ഓടിക്കോ താഴെ. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്തോ. ഇനി എന്തെങ്കിലും വരും. അവൻ വരുന്നുണ്ട് ഓടിപ്പോ ജയിച്ചു ഗായ്സ്, ജയിച്ചു. വലുതായി. ഇവൻ്റെ മേലെ വീണാൽ കഴിഞ്ഞു. ഈ ബട്ടൺ പ്രസ് ചെയ്തു. അടുത്ത ബട്ടൺ പ്രസ് ചെയ്യണം. പൊക്കോ. ഇനി അടുത്ത ബട്ടൺ പ്രസ് ചെയ്ത് പറ്റിയില്ല. ഈ ബട്ടൺ പ്രസ് ചെയ്യണം. അടുത്ത ബട്ടൺ പ്രസ് ചെയ്യണം. ഇപ്പുറത്ത് റൈറ്റിലൊരു ബട്ടൺ വരും. വന്നില്ലല്ലോ, ഇപ്രാവശ്യം വന്നില്ല. വന്നു. പ്രസ് ചെയ്തു. അടുത്ത ബട്ടൺ പ്രസ് ചെയ്യാൻ പോയി. ഇനി ലെഫ്റ്റൊരു ബട്ടൺ വരും, അത് പ്രസ് ചെയ്യാൻ പോയി. റൈറ്റൊരു ബട്ടൺ അത് പ്രസ് ചെയ്യുക, അത് പോയി. ഇവിടെ പ്രതീക്ഷിച്ചൊരു ബട്ടൺ പ്രസ് ചെയ്യാൻ വേണമെന്ന് അത് അപ്പുറത്തേക്ക് സ്വാപ്പായി. നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യും, അത് സ്വാപ്പാവും. തിരിച്ചിങ്ങനെ വന്ന് പ്രസ് ചെയ്യണം. പോകുന്ന വഴിയിൽ അത് സ്വാപ്പാവും. അപ്പം തന്നെ തിരിച്ച് വരണം. ഓക്കെ വാ. ആയിക്കോട്ടെ. യെസ്, ഈസി അല്ല, ഈസി തന്നെ. നമ്മുടെ അടുത്തുകൊണ്ട് വാതിൽ വെച്ചിട്ട് ഇപ്പുറത്ത് കുറച്ച് പടിക്കെട്ട്. നമ്മൾ ഇപ്പുറത്ത് ചാടുന്ന അവൻ്റെ വിചാരം. ഞാൻ പടിക്കെട്ടിലേ ചാടുള്ളൂ. വേണ്ട, വാതിലിൽ ചാടാം. എങ്ങനെയാണെങ്കിൽ ചാടാൻ പറ്റുന്നില്ലടാ. ഇങ്ങനെ തന്നെ പോണം. അടിയിൽ കൂടെ. ഓക്കെ, താഴെ കൂടെ. അയ്യോ, എന്തൊക്കെയാടാ അവിടെ നടക്കണത്. കറക്റ്റായി പാത്ത് ചൂസ് ചെയ്ത് പോവും. എന്നിട്ട് ഇവിടെ നിന്ന് വരുന്നു, അവിടെ നിന്ന് വരുന്നു, താഴെ നിന്ന് വരുന്നു. ഓക്കെ, ആയിക്കോട്ടെ. അടുത്തത് വാ. അടുത്തത് ഓരോന്നിനും മാറി ചാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം ഏതിനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. അടുത്തത്. അടുത്തത്. താഴെ ചാടിക്കോ. യെസ്. അങ്ങനെ ലാസ്റ്റ് ലെവൽ ബിഫോർ ദ ബോസ് എത്തി. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഡോർ അപ്പുറത്തുണ്ട്. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയില്ല. എയറിലോട്ട് ചാടി. താഴെ പോയാൽ തിരിച്ച് മേലെ നിന്ന് വരും. ഓക്കെ, അപ്പോൾ താഴെ ചാടിക്കോ. വീണ്ടും പോരട്ടെ. യെസ്, ഇത് നൈസ് ഉണ്ട് അല്ലേ? വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ ആയിരിക്കും ഇതുമെന്ന് വിചാരിക്കുന്നു. യെസ്, അതേ തന്നെയാണ്, ഒരു മാറ്റമില്ല. ആയിക്കോട്ടെ. ഇവിടെ നമ്മൾ കറക്റ്റ് കൺട്രോൾ ചെയ്യണം. നമ്മളിങ്ങനെ മഴ പോലെ വന്നുകൊണ്ടിരിക്കണം. മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, വെറൈറ്റി ആണല്ലോ. പുതിയ ഈ ഡെവലപ്പറിനൊക്കെ നേരിട്ടൊന്ന് കാണണം. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇതുണ്ടാക്കിയവനെ
രക്ഷപ്പെട്ടു. ഇതെന്താണാവോ? ഓ, ഇപ്പുറത്ത് വന്നു. നമ്മൾ ഇപ്പുറത്തെ സ്ക്രീനിൽ പോയിട്ട് ഇപ്പുറത്ത് വന്നു. ഓക്കെ, നോക്കാം. ഓ, ഇതിൽ നമ്മൾ താഴെ വീണാലും മരിക്കില്ലല്ലോ അല്ലേ? ആയി ജാളി. അപ്പോൾ ഫുള്ള് താഴെ വീണ് തന്നെ കളിക്കാൻ പോകണം. ചാടിക്കോ. ഈ ലെവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം താഴെ വീണാലും നമ്മൾക്കൊന്നും സംഭവിക്കില്ലല്ലോ. ആ, എന്നിട്ട് ഓക്കെ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. കിട്ടി 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 നോക്കിയോ. തിരിച്ചു പോണം, നമ്മൾ തിരിച്ചു പോണം. മനസ്സിലായ? എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വരണം. യാ മോനെ, നമ്മൾ ശ്രദ്ധിക്കണമല്ലേ, ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇതിപ്പോൾ താഴെ വീണാൽ വരുമോ മേലെ കൂടെ? ആ, വരുന്നുണ്ട്. ഈ ലെവൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, എത്ര താഴെ വീണാലും ഒന്നും സംഭവിക്കില്ല. ആ, അയ്യോ, ആ മറ്റേ സാധനങ്ങൾ വരുന്നുണ്ട് താഴെ. ഇനി അത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓ, അത് പോയില്ല, അത് അവിടെ തന്നെ കടയിട്ടു. എങ്ങനെ ഇപ്പം ഞാൻ മേലെ പോകും? അത് വരുന്നതിൻ്റെ ഉള്ളിൽ പോകണം. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. നമുക്ക് സമയമില്ല കളയാൻ. പെട്ടെന്ന്. സ്പീഡ്. അടുത്തത്. ഓക്കെ. അയ്യോ, എന്ത് ചെയ്യടാ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? അതാ, ഓ, ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലൂടെ പോയാൽ മതി, വരും. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. താഴെ വഴി. അയ്യോ, താഴെ വീഴാൻ പറ്റില്ല. അയ്യോ, ഇങ്ങനെ ചാടിയിട്ട് ലെഫ്റ്റ് സൈഡ് പോകണം. വഴികൾ ഓർമ്മ വെച്ചോ. ലെഫ്റ്റ് പോകണം, എന്നിട്ട് റൈറ്റ് പോകണം. പറ്റിച്ചോ അവനെ നമ്മൾ. അയ്യോ, 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 അടുത്തത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? ഫൈനലി വി ആർ ഹിയർ, ദ ബോസ് ലെവൽ. എങ്ങനെയുണ്ട് നോക്കാം. ഇതോടെ നിർത്താം. എന്നിട്ട് പാർട്ട് 3 നമുക്ക് അടുത്തതൊരു റൗണ്ടാണ് തോന്നുന്നു. അവിടെ ഒരു ആരോ മാർക്ക് കണ്ടു. അതെന്താണെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ആ, വരട്ടെ. വാ. തിരിച്ചു വാ. ഓടി വാ. ചാടിക്കോ. ഓട്ടെ. വാ. വരട്ടെ. പുറകിൽ വാ. തിരിച്ചു വാ. ഓടിക്കോ. എന്നിട്ട് വെയിറ്റ്. ചാട്. ഇപ്പം എന്താ ഞാൻ ചെയ്യേണ്ടത്? തിരിച്ചു പോകണം. ഓക്കെ, ടെലിപ്പോർട്ടായി. വീണ്ടും ഞാൻ ബാക്കിൽ ടെലിപ്പോർട്ടായി. ഓ, ആ ഡോറ് തിരിച്ചു പോയത് എൻ്റെ അമ്മോ, ഈ ഡോറ് എങ്ങോട്ടാ പോണു? ഇങ്ങോട്ട് വാ. അയ്യോ, ഈ ബോസ് ലെവല് എന്തെങ്കിലും ഇങ്ങനത്തെ ചെയ്ത് വെക്കും നമുക്കറിയാമല്ലോ. അപ്പോൾ ഒന്നും ഇനി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഫുൾ കോൺസെൻട്രേഷൻ ഹിയർ. ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ ബാക്കിൽ അത് വരും, നിൽക്കുക. എന്നിട്ട് ഫ്രണ്ടിലുള്ളവനെ നമ്മുടെ പുറകിൽ കൊണ്ടുവരിക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പോകുമ്പോൾ സ്പൈക്സ് വരും, എന്നിട്ട് ടെലിപ്പോർട്ട് ബട്ടേഴ്സ് അവിടെ വരും. തിരിച്ചു വന്നു. വീണ്ടും അവിടെ പോകുമ്പോൾ ആ ഡോറ് ബാക്കിൽ വരും. എല്ലാം എനിക്കറിയാം. ഇനി നമ്മൾ ഇവിടെ പോകുമ്പോൾ അവിടെ ഒരു കുഴി വരും. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഞാൻ ചാടണം. ജയിച്ചു. ഓ, ഇത്രയേ ഉള്ളൂ ഭാഗ്യം. ഓ, ഇതിൽ രണ്ടാമത്തെ നല്ല ഭാഗ്യം. എൻ്റെ അമ്മോ, ഇപ്പോൾ ഒരു മിന്നായം പോലെ എന്തൊക്കെയോ നടന്നു.
അത് മാത്രം എനിക്കറിയുള്ളൂ. ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല ഗൈസ്. ചാടിക്കോ 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 ചാടിക്കോ. ആ തിരിച്ചു വന്നോ നീ? ചാടിക്കോ ചാടിക്കോ ചാടിക്കോ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഇവിടെ എവിടെയോ. ഇനി അവൻ തിരിച്ചു വരും. എന്നിട്ട് അവനെ ചവിട്ടിയതും മറ്റവൻ വരും. എൻ്റെ പൊറി പുല്ല്. സോറി ഗൈസ്, ഞാൻ വാ തിരിച്ചു വാ തിരിച്ചു വാ. ഒരു ചോക്ലേറ്റ് പീസ് പോലെ. ഇത്ര കഷ്ടപ്പെട്ടിട്ട് അവിടെ വന്നാ. അയ്യോ എന്താ സംഭവിച്ചത്? ആ ഡോർ അങ്ങോട്ട് അവിടെ നീങ്ങിപ്പോയില്ലേ? എൻ്റെ അമ്മോ. ഫസ്റ്റ് 2 പിടിക്കണം, സെക്കൻഡ് 1 പിടിക്കാൻ പാടില്ല. ഇതെവിടേക്കാണ് പോണത്? ഫസ്റ്റ് 2 പിടിക്കണം എന്നിട്ട് ഓടിപ്പോയി. അയ്യോ ഫസ്റ്റ് 2 പിടിക്കണം എന്നിട്ട് ഓടിപ്പോയി ചാടണം. അയ്യോ ഫസ്റ്റ് 2 പിടിക്കണം എന്നിട്ട് ഓടിപ്പോയി ചാടണം. ചാടി 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 യെസ് ചാടണം. അയ്യോ അയ്യോ ചാടിക്കോ. ഇതിൽ ഏതൊക്കെയാണ് പിടിക്കേണ്ടത്? ഏതും പിടിക്കാൻ പാടില്ല തോന്നണോ? ടെലിപ്പോർട്ടായി, വീണ്ടും ടെലിപ്പോർട്ടായി. ഫസ്റ്റ് 2 പിടിക്കണം എന്നിട്ട് ചാടണം. എന്നിട്ട് ഇതിൻ്റെ മേലെ 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 ഫസ്റ്റ് 2 പിടിക്കണം, ചാടണം. എന്നിട്ട് ഇവിടെ ഒരു കുഴി ഉണ്ടാവും. അതിനെ കടന്ന് ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ടെലിപ്പോർട്ട് ബട്ടൺ കാണും. ടെലിപ്പോർട്ടായി, വീണ്ടും ടെലിപ്പോർട്ടായി, വീണ്ടും താഴെ തന്നെ ടെലിപ്പോർട്ട് ആവണം അല്ലേ? ഓക്കെ. എന്താ അല്ലേ ടെലിപ്പോർട്ട് കൊണ്ടുള്ളൊരു കളി. ഇനി ഇതെന്താണ്? അങ്ങനെ അങ്ങനെ അങ്ങനെ. താഴെ വാ, മേലെ പോ, താഴെ വാ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങൾക്കറിയാലോ. പൊയ്ക്കോ, പ്രസ് ചെയ്തോ. എന്നിട്ട് തിരിച്ചു വാ. എന്നിട്ട് വീണ്ടും പൊയ്ക്കോ. എന്നിട്ട് വീണ്ടും തിരിച്ചു വാ. ഈ ബട്ടൺ പ്രസ് ചെയ്യാം. പൊയ്ക്കോ. നിൽക്ക് 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 വെയിറ്റ്. എന്നിട്ട് വീണ്ടും വാ. എന്നിട്ട് വീണ്ടും പൊയ്ക്കോ. അയ്യോ പൊയ്ക്കോ. എന്നിട്ട് വീണ്ടും വാ. നമ്മളിവിടെ ഓരോ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ഡോറിൻ്റെ അവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓക്കെ ഓക്കെ, സമാധാനത്തിൽ കളിക്കും മകനെ. ഇവന്മാർക്ക് ഇതൊരു പണിയായി. അതിൻ്റെ കുറച്ച് അവിടെ കാണുന്നുണ്ട്, അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? രക്ഷപ്പെട്ടു. എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇതിലായിരുന്നു. നീ ബട്ടൺ പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരു ഭൂകമ്പം വരുന്നുണ്ട്, എന്തോ ഒരു ഭൂകമ്പം വരുന്നുണ്ട്.
ഈ സുനാമിൻ്റെ മുൻപ് വന്ന പോലെ. ഓ അത് അതിൻ്റെ ഭയങ്കര ഭൂകമ്പമാണല്ലോ. ഓ ഇത് ചുറ്റി വരികയാണോ? നടന്നു തന്നെ അങ്ങനെ അരച്ചു തന്നെ, അരച്ച് ചമ്മന്തിയാക്കി. തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ തിരിച്ചു വാ. ഓടിക്കോ 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 ഓടിക്കോ. പെട്ടെന്ന് പോ പെട്ടെന്ന് പോവും. എടാ എത്ര പ്രസ് ചെയ്താലും പോണില്ലല്ലോ. രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. ഞാൻ അവിടെ എന്തെങ്കിലും സ്പൈക്കോ എന്തെങ്കിലും വരും വിചാരിച്ചു, അറ്റ്ലീസ്റ്റ് ഒരു കുഴിയെങ്കിലും വരും വിചാരിച്ചു. ഇല്ല, നിനക്ക് നന്ദി. കുറച്ചെങ്കിലും മനുഷ്യത്വം ഉണ്ട്. എന്തോ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫോട്ടോ ആണല്ലോ ആ വാതിലുള്ളത്. ശ്രദ്ധിച്ചാ നിങ്ങൾ? ലെവൽ ഡെവിൽ ഗെയിം കഴിഞ്ഞ പാർട്ട് 2 ഇപ്പുറത്ത്, മറ്റെവിടെ എന്താണ്? എന്താണത്? ചിരിക്കണ നീ? ഓ നമ്മൾക്ക് പുറത്തു പോകാൻ പറ്റില്ല, നമ്മൾക്ക് പാർട്ട് 2 തന്നെ പോകണം. അവിടെ എന്തോ ചാവി വേണം തോന്നണോ? ഇതാണ് ലെവൽ ഡെവിലിൻ്റെ എപ്പിസോഡാ EP എന്നല്ല ഇട്ടിരിക്കുന്നവിടെ. ഇനി ഇതെന്താണാവോ? സോ ഇത് നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, കളറൊക്കെ ഇങ്ങനെ ഫുള്ള് ചേഞ്ച് ആയിട്ടുണ്ട്. എന്താ സംഭവിക്കാമെന്ന് ഇനി അറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, പാർട്ട് 3 വിത്ത് ദ ഡെവിൽ. ഓക്കെ.